ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതാണ് ഗൈസ് നോക്കൂ, നമ്മളങ്ങനെ ഫൈനലി ബാംഗ്ലൂർ എത്തി. ഗൈസ് നോക്കൂ, നമ്മളിപ്പോൾ നിൽക്കുന്ന ഒരു പെട്രോൾ പമ്പിലാണ്. നമ്മളങ്ങനെ നമ്മുടെ വിസയുടെ ആവശ്യത്തിന് വേണ്ടി നമ്മുടെ വിസ ചെയ്യുന്ന കമ്പനിയുടെ അടുത്തോട്ട് പോവുകയാണ്. ഗൈസ് നോക്കൂ, ഞങ്ങളുടെ ട്രാവൽ പരമായി എല്ലാ വിസകളും ചെയ്യുന്നവരാണ്. ഗൈസ് നോക്കൂ, അതായത് നമ്മുടെ യാത്രയിൽ ഇങ്ങനൊരു പ്ലാന് ഇല്ലായിരുന്നു, പെട്ടെന്നൊരു അർജന്റ് വന്നാണ്. അതുകൊണ്ടാണ് അതായത് അപ്രതീക്ഷിതമായി സംഭവിച്ചതാണിത്. അതായത് ഇങ്ങനൊരു പ്ലാൻ ഇല്ലായിരുന്നു. നമ്മൾ കൊടൈക്കനാലിൽ നിന്ന് നമ്മൾ വേളാങ്കണ്ണിക്ക് പോകാനാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ അവിടുന്ന് നമുക്ക് അപ്രതീക്ഷിതമായി ബാംഗ്ലൂർ വരേണ്ടി വന്നു. ഇന്നലെ രാത്രി കണ്ടിന്യൂസ് ഓടിക്കേണ്ടി വന്നു. അങ്ങനെ വെളുപ്പിനെയാണ് കിലോമീറ്റർ ഒരു തുള്ളി കണ്ണടയ്ക്കാതെ ഓടിച്ചു. ഗൈസ് നോക്കും, അങ്ങനെയാണ് ഇവിടെ എത്തി. എൻ്റെ വീഡിയോ എൻ്റെ ഇവിടെ കുറച്ച് ചേട്ടന്മാർ നോക്കി നിൽപ്പുണ്ട്. ഞാനിവിടുന്ന് ഇൻട്രൊക്കെ എടുക്കുന്നുണ്ട്. അപ്പം ഗൈസ് നോക്കും, ഫൈനലി വാഹനം കൊണ്ട് നിർത്തിയത് ഈ കാണുന്ന ഭാരതിൻ്റെ പെട്രോൾ പമ്പിലാണ്. ഇവിടെയാണ് ഞങ്ങൾ എല്ലാവരും ഫ്രഷ് ആകാൻ വേണ്ടി പോയത്. എല്ലാവരും എണീറ്റു, എല്ലാവരും ഉറക്കമായിരുന്നു. ഞങ്ങൾ ഈ കാണുന്ന വഴി കൂടെ നേരെ പോവാണ്. എൻ്റെ വിശ്വാസം ശരിയാണ്, ഞങ്ങൾ ഇപ്പോഴും ഉള്ളത് തമിഴ്നാട്ടിലാണ്. അല്ലേടാ? നമ്മുടെ വിശ്വാസം ശരിയാണ്, ഇപ്പോഴും നമ്മൾ എവിടെയുള്ള നമ്മൾ തമിഴ്നാട്ടിന്റെ അടുത്താണോ കർണാടക എന്ന് ഞാൻ ഇപ്പൊ ആദ്യമായിട്ടാണ് മനസ്സിലാക്കിയത്. കർണാടക അടുത്താണ് തമിഴ്നാട്. ബാംഗ്ലൂരും തമിഴ്നാട് അടുത്തടുത്താണ്. ചെറിയ വ്യത്യാസം, 40 കിലോമീറ്റർ പുറകിലാണ് ഇപ്പൊ നമ്മൾ. ഗൈസ് നോക്കൂ, അതായത് നമുക്ക് 10 മണിക്കാണ് നമ്മുടെ അപ്പോയിൻമെൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത്. നമുക്ക് ബയോമെട്രിക് ആണ് ചെയ്യേണ്ടത്. അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. നമുക്ക് ഏതാണ്ട് 30 കിലോമീറ്റർ 53 മിനിറ്റ്, ഏതാണ്ട് 9:15 നമ്മൾ എത്തത്തും. പിന്നെ നിന്നോട് എനിക്കൊരു കാര്യം പറയണ്ട, അവിടെ ചെന്ന് ദയവ് ചെയ്തിട്ട് യായാ പറഞ്ഞേക്കരുത്. വാട്ട് യായാ അവർ തിരിച്ചു പോയി. ഓക്കെ, അവിടുത്തെ ചേട്ടനൊക്കെ നിന്ന് ചിരിക്കും കേട്ടോ. മൈക്കിൾ എന്തിയേ എന്റെ അപ്പാ മാനെ മൈക്കിളെ. എണ്ണ അടിക്കാൻ വേണ്ടി വാഹനം നിർത്തി കേട്ടോ. ഫുൾ ടാങ്ക് എണ്ണ അടിച്ചാക്കി. ഇവിടെ എത്ര പ്രൈസ്? 94. 94 കർണാടകയിലാട്ടോ കുറവ്. 5 രൂപ കുറവ്, 87 രൂപ. ആണോ? സോറി, ഇത് തമിഴ്നാടാണല്ലോ. അണ്ണ ഇത് തമിഴ്നാട് തന്നെ. ഫുൾ ടാങ്ക് പോലെ. ഗൈസ്, ബാംഗ്ലൂർ അടിച്ചാൽ മതിയായിരുന്നു അല്ലേ? നമ്മൾ കാര്യങ്ങളൊക്കെ ഇവിടുന്ന് എല്ലാം നടത്തിയിട്ട് പിന്നെ ഇവിടുന്ന് നമ്മൾ എണ്ണ അടിക്കാൻ വന്ന് മോശം കേട്ടോ. നമ്മൾ അവിടെ ചെന്നിട്ട് എണ്ണ അടിക്കാൻ ഞാൻ വണ്ടി ഓഫ് ആയിപ്പോണ്ട് കണ്ട് നമ്മൾ എണ്ണ അടിക്കാൻ വണ്ടി ഓഫ് ആയിപ്പോണ്ട് അനുഭവിച്ച ഓർമ്മയുണ്ടോ? ബാംഗ്ലൂർ ആയിട്ടോ ഒരു പാലം ഞങ്ങൾ 4 പ്രാവശ്യം കറങ്ങി. അന്ന് ഗൂഗിൾ മാപ്പ് ഞങ്ങൾക്ക് നോക്കാൻ അറിയില്ലായിരുന്നു. ഗൂഗിൾ മാപ്പ് ഒന്നും നോക്കാൻ ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. ഇവിടെ ഒരു ജോലി വേക്കൻസി എഴുതി വെച്ചിട്ടുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു ഇങ്ങോട്ട് പമ്പിലേക്കായിരിക്കും കേട്ടോ. ആൾക്കാരെ വേണം എന്നുള്ളതായിരിക്കാം. പമ്പിലേക്കുള്ള ആളെ വേണം എന്നുള്ളതായിരിക്കും കേട്ടോ. റിക്രൂട്ട്മെന്റാ. പക്ഷെ ഇവിടെ ചെറിയ പൈസ ഉണ്ടാവുള്ളൂ. വലിയ പൈസ കിട്ടൂല്ലോ. നമ്മുടെ കേരളത്തിൽ എത്ര പൈസ ഒന്നും പൈസ എന്നെ തിരക്കാണെന്ന് പറയും. രാവിലെ മുടിഞ്ഞ തിരക്കെന്ന് വെച്ചാൽ മുടിഞ്ഞ തിരക്കായിരുന്നു. ഇപ്പോഴാണ് ആ തിരക്കിനൊക്കെ ഒരു ചെറിയ അയവ് വന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു അപ്രോക്സിമേറ്റ് ഒരു 30 ലിറ്റർ എണ്ണ കയറാനുള്ള സാധ്യത ഉണ്ടല്ലോ. ലിബി എത്രയുണ്ട്? ഹാഫ് ടാങ്ക് ഉണ്ടോ? അരയുണ്ട്. 4500 രൂപ എണ്ണ വരും. 4500 കഴിഞ്ഞ ദിവസം. അത്യാവശ്യം മൈലേജ് കിട്ടുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിലുള്ള മൈലേജ് ഉണ്ട്. പിന്നെ നമ്മൾ കൊടൈക്കനാലിൽ നിന്ന് ഫുൾ ടാങ്ക് എണ്ണ അടിച്ചിട്ട് വന്നിട്ട് കൊടൈക്കനാൽ അങ്ങ് മന്നമന്നൂർ പൂമ്പാറൊക്കെ പോയിട്ട് ലാസ്റ്റ് ഇവിടെ എത്തിയപ്പോൾ 1/2 ടാങ്ക് ആയതേ ഉള്ളൂ. ബാംഗ്ലൂർ. പിന്നെ വേറെ കാര്യം, ആൾക്കാരൊന്നും നോക്കുകയും ചെയ്യും നമ്മുടെ വണ്ടിയുടെ സൗന്ദര്യം കണ്ടിട്ട്. അല്ലേ? റയർ പീസാട്ടോ. ഞങ്ങൾ പോകുന്ന വഴിക്ക് ആകെ ഇങ്ങനൊരു വണ്ടി ഇത് മാത്രമേ കണ്ടിട്ടുള്ളൂ. കാരണം സഫാരിയുടെ ഈ ഒരു മോഡലില്ലേ, ഇത് മാത്രമേ ഞങ്ങൾ കണ്ടുള്ളൂ. പിന്നെ സ്ട്രോം ഒക്കെ ഞങ്ങൾ കണ്ടായിരുന്നു കേട്ടോ. പപ്പാ വരുന്നുണ്ടാ? ഇങ്ങോട്ട് വരുന്നുണ്ടാ? പപ്പയുടെ ഫോണും പപ്പയുടെ പൈസപ്പെട്ടിയൊക്കെ മേടിച്ചെടുത്തു കേട്ടോ. ഇനി അതിനകത്ത് നല്ല ഇളക്കി എടുക്കും. എത്ര എണ്ണ കയറി? 43 ലിറ്റർ കയറി 4093 രൂപ. 500 കയറി. ഞാൻ അടിക്കണ്ടെന്ന് പറഞ്ഞിട്ടാ. കഴിച്ച് നോക്ക്, ഏകദേശം ആയിട്ടോ. അത് മതി. എൻ്റെ പൊന്നെ, 43 ലിറ്റർ കയറിയപ്പാ. അത്യാവശ്യം നല്ല മൈലേജ് കിട്ടി നമുക്ക്. നമ്മുടെ വണ്ടി ഇനി 1/2 ടാങ്ക് എണ്ണ ഉണ്ട്. നിനക്ക് വല്ലതും മനസ്സിലായോ മോനെ? മൈക്കിളെ വല്ലതും മനസ്സിലായോ? രാവിലെ നീ ആ ക്ലാസ്സിൽ നോക്കി മേക്കപ്പാണോടി? ആകെ വല്ല കുഞ്ഞു ക്ലാസ്സിൽ നോക്കി. അപ്പനൊന്നും സഹിക്കുന്നില്ല കേട്ടോ. 2 വാക്കുകൾ സംസാരിക്കുന്നോ? ഗൈസ്, ലിവി എണ്ണയുടെ കാർഡ് കൊടുത്തിട്ട് വരും കേട്ടോ. ഫൈനലി ഞങ്ങൾ നേരെ വണ്ടി എടുത്ത് പോവാണ്. വീണ്ടും തിരക്ക് കൂടി. ഗൈസ്, 1 മണിക്കൂർ വേണം നമുക്ക് നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ വേണ്ടി. ബാംഗ്ലൂരിൻ്റെ ബ്ലോക്കുകളിൽ കിടന്ന് വേണം നമുക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിട്ടോ. കമാൺ ഗൈസ്, ബ്ലോക്കിലേക്കാട്ടോ ചെന്ന് കയറി കൊടുക്കുന്നത്. നമ്മൾ രാവിലെ വന്നപ്പോൾ ഇത്ര ബ്ലോക്ക് ഇല്ലായിരുന്നു. രാവിലെയാണ് ശരിക്കും ബാംഗ്ലൂർ കയറണ്ടേ. ഇനി അങ്ങോട്ട് കഷ്ടകാലം
കയ്പ് നീരുമായിരിക്കും കണ്ടോ. 30 കിലോമീറ്റർ ഓടാൻ വേണ്ടി 54 മിനിറ്റ് ആണ് കേട്ടോ പറയുന്നേ. എത്ര? 54 മിനിറ്റ്. അത് പിന്നെ വലിയ കുഴപ്പമില്ല കേട്ടോടാ. ആണോ? ചിലപ്പോ ഇവിടെ മേൽപ്പാലത്തിന്റെ വർക്ക് നടക്കുന്നതാണ് ബ്ലോക്ക്. നമ്മൾ നിർത്താതെ വലിയ സർക്കസ് ഒന്നും കാണിക്കാതെ പോകുവാണെങ്കിൽ നമുക്ക് 9:30 ആകുമ്പോ എത്താൻ പറ്റും. പിന്നെ ഇന്ന് ഓർക്കണം, ഇന്ന് നമുക്ക് പൊല്യൂഷൻ ഇത് തമിഴ്നാട് കേട്ടോ. തമിഴ്നാടല്ലേ? ഗൈസ് ഞാൻ പിന്നെ പമ്പിൽ എണ്ണ അടിക്കുന്ന പയ്യനോട് ചോദിച്ചപ്പോൾ അവനും പറഞ്ഞത് ഇത് തമിഴ്നാടാന്നാ. എടി അത്ര എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അത്രയും ഗ്യാപ്പേ ഉള്ളൂ ബാംഗ്ലൂരായിട്ട്. അത്രേ ഉള്ളൂ. അതിർത്തിയാന്ന് തോന്നല്ലേ. പിന്നെ വേറെ കാര്യം പൊല്യൂഷൻ എടുക്കാൻ ഓർക്കണേ. നമ്മളങ്ങനെ കർണാടക എത്തി. ഈ ടോള് കഴിഞ്ഞാൽ കർണാടക ആണെന്നാണ് എന്റെ വിശ്വാസം. അപ്പാ ഫൈനലി നമ്മൾ കർണാടക എത്തിയപ്പേ കണ്ടില്ലേ വിമൽ ഷാരൂഖ് ഖാൻ വിമൽ എത്തി, കർണാടക എത്തി കേട്ടോ. വിമൽ കണ്ടില്ലേ? വിമൽ കണ്ട കർണാടക അല്ലേ? തമിഴ്നാട്ടിൽ ഇപ്പൊ ഇല്ല. കേരളം പോലെ തന്നെ നിരോധിച്ചു. അവിടെ ഇപ്പൊ തമിഴ്നാട്ടിൽ മാത്രം ഇല്ല. തമിഴ്നാടല്ല, മഹാരാഷ്ട്ര നിരോധിച്ചു. മഹാരാഷ്ട്ര അങ്ങനെ കുറച്ച് സംസ്ഥാനം 4-5 സംസ്ഥാനത്തിൽ നിരോധിച്ചിട്ടുണ്ട് ഇവനെ. അതെ. ഹെലികോപ്റ്ററും യുദ്ധവിമാനം ഉണ്ടല്ലോ. അറിയാതെ ലാൻഡ് ചെയ്താണോ? പഠിക്കുന്ന സ്കൂൾ വല്ലോ അവിടെ. അങ്ങനെ ആയിരിക്കും. അങ്ങനെ ആവാൻ സാധ്യത കൂടുതല. ഞാൻ ഇന്നലെ 1000 രൂപ നമ്മുടെ ഫാസ്റ്റ് ട്രാക്കിൽ ടോളിൽ ബ്ലാക്ക് ലിസ്റ്റോ 1000 രൂപ ടോള് റീചാർജ് ചെയ്താണ്. പക്ഷെ കഷ്ടകാലത്തിന് അത് ഫെയിൽഡ് ആയിപ്പോയിരുന്നത്. അങ്ങനെ ഞാൻ ബ്ലാക്ക് ലിസ്റ്റിൽ ഇവിടെ കിടക്കുകയാണ് സുഹൃത്തുക്കളെ. ഞാൻ ബ്ലാക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ടോളുകാരൻ ചില വണ്ടികൾ ബ്ലാക്ക് ലിസ്റ്റ് അടിക്കും. ഞാൻ അങ്ങനെ അടിച്ചാണോ? അങ്ങനെ വന്നിട്ടില്ലല്ലോ അങ്ങോട്ടല്ലേ? അല്ലല്ലോ ഗൈസ്. ഈ ടോളിലുണ്ടല്ലോ നമ്മൾ പെട്ടെന്നെങ്ങാനും നമ്മുടെ ബാലൻസ് ഇല്ലെങ്കിൽ ഗൂഗിൾ പേ വഴി റീചാർജ് ചെയ്താൽ അപ്പം തന്നെ അവർ ഫോണിൽ അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നാവും കേട്ടോ. ആ സ്കാനിലാണ് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് താമസം എടുക്കുക. ഇത് ഇവര് നമ്പർ എടുത്തിട്ട് അവർ ആപ്ലിക്കേഷൻ എടുക്കും, പൈസ എടുക്കും. നമുക്ക് പ്രയാസപ്പെടേണ്ട കാര്യമില്ല. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഞാൻ ഇഷ്ടം പോലെ ഈ സംഭവങ്ങളൊക്കെ കൈകാര്യം ചെയ്തിട്ടുള്ള. ചിലർ വരും ബാക്കോട്ട് എടുത്തിട്ട് ഫ്രണ്ടിലോട്ടൊന്ന് കയറാൻ വേണ്ടി നമ്മൾ പറഞ്ഞാൽ മതി, സ്കാൻ ചെയ്യാൻ പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ ഫോണിൽ അടിക്കാൻ പറഞ്ഞാൽ മതി കേട്ടോ. ഇവിടെയൊക്കെ ടോളുകൾക്ക് പിന്നെ ഉണ്ട്. മഹാരാഷ്ട്രയിൽ ടോളിൽ വെയിറ്റ് വരെ തൂക്കി നോക്കും. അത് ഭയങ്കര ഇതാ കേട്ടോ. അവർ വിടൂല കേട്ടോ. 1 കിലോ ഊറ്റാവും. ആ രീതിയിലൊക്കെ ഊറ്റി നോക്കിയേ. ഇങ്ങോട്ടൊക്കെ തിരക്കുകൾ നോക്കിയേ. ദൈവമേ, അപ്പൊ അങ്ങോട്ടൊക്കെ കഷ്ടകാലം ദുരിതമായിരിക്കും കേട്ടോടാ. നമുക്ക് അവിടെ നിന്ന് വീട്ടിൽ പോകാൻ നിസ്സാര കിലോമീറ്റർ ഉള്ളൂ, 6 മണിക്കൂർ വീട്ടിലോട്ട്. അതെ. നമുക്ക് അവിടെ നിന്ന് വേളാങ്കണ്ണി പോകാൻ വേണ്ടി ഏകദേശം 24 മണിക്കൂർ. എത്ര വേണ്ട? അത്രയില്ല, 6 മണിക്കൂർ. 6 മണിക്കൂർ. ഡാക്ക് റീജന്റുകളിലേക്ക് നമ്മുടെ നാട്ടിൽ നിന്ന്, ഇവിടെയാണല്ലോ ലൈലാൻഡിന്റെ ഫാക്ടറി. അപ്പം ബാംഗ്ലൂർ തമിഴ്നാടൊക്കെ ആയിട്ടാണ് ഇവരുടെ ഫാക്ടറി. പാലക്കാടല്ല, അത് മറ്റേ റഷ്യ. ഇത് കണ്ടോ, ഈ കാണുന്ന സാധനം പണിതുകൊണ്ട് പോകുന്ന കേട്ടോ. അതായത് അങ്ങോട്ട് പണിതുകൊണ്ട് പോകുന്ന പുതിയ വണ്ടികളാ, പുതുപുത്തൻ സാധനം. മൈക്കിൾ ഇവിടെ കിടന്ന് ഭയങ്കര ഗുസ്തി കേട്ടോ. രാവിലെ തന്നെ അവൻ സീറ്റ് ഇവന്റെ ചവിട്ടി പൊളിക്കാൻ വേണ്ടി എടുക്കും. നിന്നെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ചവിട്ടിക്കൊണ്ടിരുന്നമ്മ കുറ്റം പറയില്ല പാപ്പാ. എന്താണ് പാപ്പാ നിങ്ങൾ പറയുന്നേ? ഗൈസ്, ഈ കാണുന്ന ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നതാണ് ഇലക്ട്രോണിക് സിറ്റി എന്നുള്ളതാണ് എന്റെ വിശ്വാസം. നല്ല കിടിലം ബ്ലോക്ക് നോക്കിയേ. എന്താ അവന് താഴാത്തോലെയുള്ള വണ്ടി കിടന്ന് ഇവിടെ കൊടുക്കുന്നേ? അതല്ല, പിന്നെ കറക്റ്റ് സമയത്ത് എത്താൻ പറ്റുമോ? നമുക്ക് 10-11 മണിയാകുമ്പോഴാണ് എത്തിയാൽ മതി. ലോകത്തിലെ ഏറ്റവും വലിയ ട്രാഫിക് ജാം ഉള്ള സിറ്റികളിൽ ലോകത്തിലെ 7ാം സ്ഥാനത്ത് ബാംഗ്ലൂരും. അപ്പൊ 6ാം സ്ഥാനത്ത് 6ാം സ്ഥാനത്ത് ബാംഗ്ലൂരും 7ാം സ്ഥാനത്ത് പൂനെ. കറക്റ്റ് ആട്ടോ. നമ്മുടെ മെട്രോ ആട്ടോ ഏറ്റവും ചീപ്പായിട്ട് എനിക്ക് തോന്നിയ. ഇന്ത്യയിലെ ഏഷ്യൻ കൺട്രിയിലെ മെട്രോസ് ആണ് ഏറ്റവും ചീപ്പ്. യൂറോപ്പിലൊക്കെ എന്നാ പൈസ പിന്നെ. പക്ഷെ അതിൽ എസ്പെഷ്യലി നമ്മുടെ മെട്രോ എന്ന് തോന്നുന്നു പിന്നെ ചീപ്പായിട്ട് അല്ലെ. എനിക്കും തോന്നുന്നു ഇന്ത്യൻ മെട്രോ തന്നെയാണ് ഏറ്റവും ചീപ്പ്. ചൈനയൊക്കെ ഇച്ചിരി എക്സ്പെൻസീവാ. അതായത് അവിടെ പൈസക്ക് എത്ര വാല്യൂ കൂടുന്നോ അത്ര ആ രാജ്യത്തെ എക്സ്പെൻസീവ്. നമ്മുടെ രാജ്യം എത്രത്തോളം വളരുന്നോ, എത്രത്തോളം വളർച്ച കൈവരിക്കുന്നു, അതിനനുസരിച്ച് ലിവിങ് കോസ്റ്റും മറ്റു സംഭവങ്ങളൊക്കെ വളരെ വലിയ ജീവിത ചുറ്റുപാടും ജീവിത ശൈലികളും എല്ലാം കൂടും. ജീവിത ചെലവുകളും കൂടാൻ ചാൻസ് ഉണ്ട്. അതല്ലേ, അത് നോക്കിയിട്ട് പിന്നെ സത്യം കേട്ടോടാ. ഒരു പ്രത്യേക രീതിയിലുള്ള ആർട്ട് കേട്ടോ. അത് കൊള്ളാം, അത് കലക്കി. ബ്ലോക്ക് നോക്കിയേ. ഒരു ചെറിയൊരു വരി തെറ്റിയല്ലേ നമ്മൾ തെറ്റിച്ചിട്ടുണ്ടോ. ഈ പാലത്തിന്റെ മേളിൽ കൂടെ നമുക്ക് ഫ്ലൈ ഓവറിൽ കൂടെ ഒരു ബ്ലോക്കില്ല ടോൾ കൊടുത്ത് പോകായിരുന്നു കേട്ടോ. ശേടാ, എനിക്ക് അതിനെ കുറിച്ച് ഒരു അറിവുമില്ലായിരുന്നു. ഞാൻ വിചാരിച്ചു ഇത് പിന്നെ വഴി മാറ്റി വിട്ട് അങ്ങനെയൊക്കെ വിടുന്നൊക്കെ ഓർത്ത് ഞാൻ മണ്ടത്തരം കാണിച്ചു. പക്ഷെ ഇതിന്റെ അകത്ത് 20 മിനിറ്റ് ഇതിന്റെ അകത്ത് കൂടെ പോകുമ്പോൾ കൂടും. നമ്മളിപ്പോ 9:37 ഈ റൂട്ടില്. പിന്നെ ഭയങ്കര ബ്ലോക്ക് ആയിട്ടോ. നല്ല കിട്ടില്ല ബ്ലോക്ക് കേട്ടോ. അപ്പൊ എന്നെ ചോദിച്ച ചോദ്യം, ലിബിനോട് ഇതിൽ ഏതെങ്കിലും പെണ്ണിനെ ഇഷ്ടപ്പെട്ടോ? നമ്മൾ പെണ്ണ് കെട്ടാൻ പറഞ്ഞാൽ ഇപ്പൊ കെട്ടുകയില്ല.
അമ്മ എന്നെ പറഞ്ഞേ ഗൈസ് ഇവിടെ വേറെ ഒരെണ്ണമുണ്ട് കേട്ടോ. അതാണ് ഇവിടെ സർക്കസാ. എന്നൊക്കെയാണോ ഇവിടെ കിടന്ന് കാണിക്കുന്നത്. ഫൈനലി ഞങ്ങൾ അങ്ങനെ ഞങ്ങളുടെ സഫാരി ഇതേ ഇവിടെ പാർക്ക് ചെയ്തു. നമ്മളന്ന് കസാക്കിസ്ഥാനിൽ നിന്ന് വന്നിട്ട് പാസ്പോർട്ട് കൊടുത്തില്ലേ, അതേ സ്ഥലത്താണ് ഞങ്ങളുള്ളത്. നാട് കടത്തുന്ന സ്ഥലം. എൻ്റെ അമ്മേ ഗൈസ് നോക്കൂ, ക്ലൗഡ് ട്രാവൽ സൊല്യൂഷൻ, അവിടെയാണ് ഞങ്ങളുള്ളത്. ഞങ്ങളുടെ വിസയൊക്കെ ചെയ്യുന്നത് ഇവിടെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഒരു ചെറിയ ബയോമെട്രിക്കിൻ്റെ പരിപാടിയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞങ്ങൾ വന്നത്. ഇവിടെയാണ് നമ്മുടെ ചേട്ടന്മാരൊക്കെ 16 രാജ്യത്ത് കൊണ്ടുപോയ ഒരു സ്ഥാപനമാണിത്. അതെ, അത്യാവശ്യം ഞങ്ങൾക്ക് ഒരു പുറം രാജ്യത്ത് പോകാൻ ABCD അറിയത്തില്ലേ. അതെ, ഈ ചേട്ടന്മാരാണ് നമുക്ക് ആ എല്ലാ സംഭവം ചെയ്തത് അല്ലേ, ഇപ്പോഴും ചെയ്തോണ്ടിരിക്കുന്നത്. നമുക്ക് വണ്ടിക്കകത്ത് അപ്പനുണ്ട്, അമ്മയുണ്ട്, മൈക്കിളുണ്ട്, എല്ലാവരും ഉണ്ട്. നമുക്ക് ആദ്യം വന്ന കാര്യങ്ങൾ ഓരോന്നായിട്ട് ചെയ്യാം കേട്ടോ. ഫൈനലി ഈ ഓഫീസിൻ്റെ ഉള്ളിലാട്ടോ നമ്മുടെ ഇതിനു വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. ഈ കാണുന്ന ഇവിടെയാണ് നമുക്ക് പോകേണ്ടത്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മൾ ഓഫീസിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ VFXലേക്ക് പോവാണ്. ബയോമെട്രിക് കൊടുക്കാനാണ്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്ത് സ്പെയിനിലാണ്. അപ്പോൾ അത് ഈ പ്രാവശ്യം കൊടുത്ത രാജ്യത്തിന് ആ സംഭവം ആയില്ല. അപ്പോൾ ഈ ഒരു ആയിക്കോട്ടെ ക്യാഷ് നോക്കൂ. അപ്പം ഇതാണ് ഓഫീസ്. ഇവിടുന്ന് തൊട്ടപ്പുറത്തെ ആ ബിൽഡിങ്ങിലാണ് നമുക്ക് പോകേണ്ടത്. അതാണ് ചെയ്യേണ്ടത്. ഞങ്ങൾ ഒരു പുറം രാജ്യത്തോട്ട് പോകാൻ നേരത്ത് വണ്ടി ഓടിച്ചു പോകണം. അതെ, അപ്പൊ ഞങ്ങൾ കുറേ ട്രാവലേഴ്സിനെ വിളിച്ചു. അതെ, ആർക്കും ചെയ്യാറില്ല. അവസാനം നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഞങ്ങൾ ആരും സഹായിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ ഈ ചേട്ടന്മാരാണ് നമ്മുടെ വീട്ടിൽ വന്ന് പാസ്പോർട്ട് എടുത്തുകൊണ്ട് പോയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തത്. ഇതിന്റെ മുന്നേ നമ്മളെ ഏഷ്യൻ ട്രിപ്പ് ആയിക്കോട്ടെ, ഇപ്പോഴത്തെ യൂറോപ്യൻ ട്രിപ്പ് ആയിക്കോട്ടെ, എല്ലാ സംഭവങ്ങളും ഈ ചേട്ടന്മാരെ എല്ലാവരും ദൈവാനുഗ്രഹമായിട്ട് കറക്റ്റ് ഇവർ കോണ്ടാക്ട് ചെയ്യാനും അതിനനുസരിച്ച് സംഭവങ്ങളൊക്കെ ചെയ്യാനും. ഗൈസ് നോക്കൂ, അതായതുണ്ടല്ലോ നമുക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. കാരണം നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തരും, ഇൻഫർമേഷൻ തരും, എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്താ ചെയ്യേണ്ടത്. അതായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചില ലാൻഡ് ബോർഡർ ക്രോസ് ചെയ്യാനുള്ള വിസയൊക്കെ കിട്ടൽ ഇച്ചിരി പാട് പിടിച്ച പരിപാടിയാണ്. പിന്നെ ചില വിസകൾ കിട്ടാൻ പാടാണ്, കുറേ ക്രൈറ്റീരിയ ഉണ്ട്. അപ്പോൾ അതൊക്കെ സത്യം പറഞ്ഞാൽ ഇവർ വളരെ നല്ല രീതിയിൽ ഞങ്ങൾക്ക് സോൾവ് ചെയ്തെല്ലാം പറഞ്ഞു തരും. പിന്നെ വേറൊരു കേസ് യൂറോപ്യൻ വിസ, ഈ 10ാം ക്ലാസ് ഒക്കെ എനിക്ക് വിദ്യാഭ്യാസമുള്ള അതൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണ്. നമുക്ക് കിട്ടിയത്. അതെ ഗൈസ് നോക്കൂ, സത്യമായിട്ടോ എനിക്കും ഒരു ഡിഗ്രി അങ്ങനത്തെ ഒരു ഇതൊന്നും കാണിക്കാനൊന്നുമില്ല. പിന്നെ വേറൊരു കേസ് ഞാൻ പറയാൻ മറന്നുപോയി. അതായതുണ്ടല്ലോ ഇവരിപ്പോൾ വിസ ചെയ്യുകയാണ്, നമ്മളിപ്പോൾ എന്തെങ്കിലും അത്യാവശ്യം നമുക്ക് ഒരു ആവശ്യം വിളിക്കുകയാണ്, ഇവർ എടുക്കും, ദേഷ്യപ്പെടും, അങ്ങനെയുള്ള സ്വഭാവം. അങ്ങനെ എന്ത് സംശയം വിളിച്ചു ചോദിക്കുക, അങ്ങനെ വലിയ ഇതൊന്നുമില്ല, ഡിമാൻഡ് ഒന്നുമില്ല. പിന്നെ എന്ത് കാര്യം അപ്പം തന്നെ നമുക്ക് അപ്ഡേറ്റ് ഒക്കെ കിട്ടും. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഞങ്ങൾ ഇവിടുന്ന് ചെയ്യുന്നത്. ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണ് ഉപകാരപ്പെട്ട് ഇവരുടെ നമ്പർ ഞാൻ ഇന്ന് വീഡിയോയുടെ സൈഡിൽ കൊടുത്തേക്കാൻ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. ഞാനിതൊക്കെ പറയുന്നത് കേട്ട് കുറേ ചേട്ടന്മാർ ഇതേപോലെ നോക്കി നിൽക്കുന്നു. അങ്ങനെയൊക്കെയാണ് സത്യം. രാവിലെ കണ്ടില്ലായിരുന്നോ ഇരുന്ന ചേട്ടന്മാരുടെ കൂടെ സ്റ്റാൻഡായിട്ട് അവിടെ വന്ന് നിന്നുണ്ടോ? ഗൈസ് നോക്കൂ, അപ്പനും അമ്മയും അഭിരാമിയും മൈക്കിൾ ഇവിടെയുണ്ട്. ഇവർ വണ്ടി ഓഫാക്കി എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഗൈസ് നോക്കൂ, വണ്ടി തുറക്ക്, വണ്ടി തുറക്ക്, വണ്ടി തുറക്ക്, വണ്ടി തുറക്ക്. അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരട്ടെ 5 മിനിറ്റ് ഇപ്പം പോവാം, പോയിട്ട് വരട്ടെ. ഞങ്ങൾ ബയോമെട്രിക് കൊടുക്കാൻ വേണ്ടി പോവാം. VFX മൈക്കിൾ ഇവിടെ കാണിക്കുമോ? ആ മൈക്കിൾ എന്നെ എടുക്കുക, മൈക്കിളെ എന്നെ എടുക്കുക. മൈക്കിളുടെ കുസ്തിയാ മൈക്കിളെ ചുണ്ടൊക്കെ ആരാ? ഞങ്ങൾ പോയിട്ട് വരാവേ, പോയിട്ട് വരാം. ഗൈസ് നോക്കൂ, ഞങ്ങൾ ഫൈനലി പോവുകയാണ്. ചേട്ടന്മാർ ഇതാ ഒരു ചേട്ടൻ അകത്തുണ്ട്. ഗൈസ് വേറെ സംഭവം, ഇത് കഴിഞ്ഞ പാടെ ഇന്ന് തന്നെ നമ്മൾ കന്യാകുമാരിക്ക് വണ്ടി ഓടിക്കും. കാരണം ഞങ്ങൾക്ക് ഇനിയും ദിവസങ്ങൾ വളരെ കുറവാണ്. അതിൻ്റെ ഉള്ളിൽ തന്നെ കന്യാകുമാരിയും പിന്നെ വേളാങ്കണ്ണിക്ക് ഇന്ന് വണ്ടി ഓടിക്കും. വേളാങ്കണ്ണി, രാമേശ്വരം, പിന്നെ കന്യാകുമാരി ഇത്ര സ്ഥലം കാണണം. എന്നിട്ടാണ് ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോകാൻ വേണ്ടി. കാരണം അടുത്ത മാസത്തോടുകൂടി ഞങ്ങൾ പോകും, ആദ്യത്തോടുകൂടി വിയറ്റ്നാമിന്. അപ്പം അങ്ങനെയുള്ള കുറേ പരിപാടികളുണ്ട് അല്ലേ ലിബിയ? അതെ, നമുക്ക് വിയറ്റ്നാം 10ാം തീയതിയുടെ പോകണം. അതാണ് നമ്മുടെ ഒരു കാര്യം. ഗൈസ് അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ കാര്യങ്ങൾ. ഞങ്ങൾ നേരെ റോഡ് ക്രോസ് ചെയ്ത് ഇവരുടെ പ്രത്യേകത എന്താണെന്നറിയോ? 60 രാജ്യത്തിന്റെ വിസ തൊട്ട് ഫ്രണ്ടിൽ തന്നെ, എവിടെ പോകണ്ട. സത്യമായിട്ടോ ഗൈസ്, നിങ്ങൾക്ക് ഏത് രാജ്യത്തിൻ്റെ വിസ വെക്കണം ഇവരെ കോൺടാക്ട് ചെയ്ത്. ഞാൻ എൻ്റെ ഒരു ഇതിൽ നിന്ന് പറയുന്നത് കേട്ടോ, ആരും ഇതൊരു മറ്റൊരു സംഭവമായിട്ട് കരുതിയാക്കരുത്. നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ ഉപകാരപ്പെടട്ടെ. പിന്നെ ഇവരൊരിക്കലും പറ്റിക്കത്തൊന്നുമില്ല കേട്ടോ. കാരണം എൻ്റെ ഒരു എക്സ്പീരിയൻസ് അങ്ങനെയാണ്. വർഷങ്ങളായി ഞാൻ ഏറ്റവും കൂടുതൽ പാടിൻ്റെ പേപ്പർ വർക്കാണ്, അതെല്ലാം അവർ തന്നെ ചെയ്തു തരും. ഏറ്റവും കൂടുതൽ പേപ്പർ വർക്ക് സംഭവങ്ങളെല്ലാം അവർ തന്നെ ചെയ്തു തരും. ഭയങ്കര ഹെൽപ്ഫുള്ളാട്ടോ നമുക്ക്. ഞങ്ങൾ ഫൈനലി ഇതിൻ്റെ ഉള്ളിൽ കയറുവാണ്. VFXൻ്റെ ഉള്ളിൽ എന്തായാലും വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. ഞങ്ങൾ നേരെ ഇതിൻ്റെ ഉള്ളിൽ കയറിപ്പോട്ടെ. ഇവിടെ ഒരു പുള്ളിയൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. ഇതൊരു വലിയ മാള് പോലെയാണല്ലോ. ഫൈനലി ഞങ്ങളുടെ പരിപാടി കഴിഞ്ഞു. ഞങ്ങൾ ഇറങ്ങി 2 പേപ്പർ കിട്ടി. നേരെ വണ്ടി എടുക്കുന്നു. എന്തുകൊണ്ട് വേളാങ്കണ്ണി പോകുന്നു? എന്തുകൊണ്ട് നമ്മൾ ഏത് രാജ്യത്ത് പോകുന്നു? ഫൈനലി ഞങ്ങൾ ഞങ്ങളുടെ ഏജൻസിയുടെ അടുത്തോട്ട് പോവുകയാണ്. ഫൈനലി ഞങ്ങൾ
അവരുടെ അടുത്തോട്ട് പോവാണ്. ഞങ്ങൾ നേരെ ഇനിയിപ്പോൾ വണ്ടി എടുക്കുന്നു, പോകുന്നു, വഴി കഴിഞ്ഞു, ഇനി വാഹനം എടുക്കുന്നു, പോകുന്നു. ഇതാണ് നമ്മുടെ പ്രോസസ്. അവരെ കണ്ടിട്ട് വേണം പോകാൻ വേണ്ടി. നോക്കൂ, ഇതാണ് നമ്മുടെ 2 ഇക്കമാര്, അസീബിക്ക, ഷുവേലിക്ക. ഹായ്, പൊക്കോട്ടെ. രണ്ട് വാക്ക്. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. പൊക്കോട്ടെ, പോട്ടെ. അപ്പൊ കാണാം കേട്ടോ ഗൈസ്. നോക്കൂ, അവരോട് ടാറ്റ പറഞ്ഞ് ഞങ്ങൾ പോവാണ്. ഞങ്ങൾ അങ്ങനെ വേളാങ്കണ്ണി പോവാണ് ഗൈസ്. ഞങ്ങൾക്ക് ഭയങ്കര ഉപകാരമായിട്ട് ഇവര്. കാരണം വെച്ചാൽ ഞങ്ങളെ സംബന്ധിച്ച് ഭാഷയുടെ മറ്റേന്റെ ഒക്കെ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ഗൈസ് വിസയുടെ എന്ത് കാര്യം ഉണ്ടെങ്കിലും നോ ടെൻഷൻ. ഫൈനലി നമ്മൾ വണ്ടിയെ കയറുന്നു. നമ്മളങ്ങനെ വണ്ടി എടുക്കുവാണ്. എൻ്റെ കൊച്ചി ഇതിൻ്റെ അകത്തുണ്ട്. എൻ്റെ കൊച്ചേ, എൻ്റെ കൊച്ചേ, എൻ്റെ കൊച്ചേ. മൈക്കിള് വേളാങ്കണ്ണി പോവാ, മാതാവിന്റെ അടുത്ത് പോവാ. ഈച്ചപ്പനെ കാണോ? അമ്മയ്ക്ക് ഉമ്മ കൊടുക്കാനല്ലടാ പറഞ്ഞേ. ഉമ്മ ഈച്ചപ്പനെ കാണണോ? ഉമ്മ. ഗൈസ് നോക്കൂ, ഫൈനലി നമ്മൾ വണ്ടി എടുക്കുവാണ്. പോവാ. കഴിഞ്ഞു പപ്പ, കഴിഞ്ഞു. വിശക്കുന്നുണ്ടോ? അങ്ങനെ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. നമ്മളിനി അടുത്തത് നമ്മുടെ ലക്ഷ്യസ്ഥാനമായ വേളാങ്കണ്ണിയിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അങ്ങനെ നമ്മുടെ വിസയുടെ എല്ലാ പ്രോസസ്സിംഗും കാര്യങ്ങളൊക്കെ ഈ തള്ളേനെ കൊണ്ട് മടുത്തപ്പാ. കൊച്ചു പറഞ്ഞോ, എന്നെ കാണിക്കുന്നില്ലപ്പാ. ഈ തള്ള കയറി നിൽക്കുവാണ്. പരിപാടി റാ വെച്ചു കൊടുക്കും, ഊരും. ആർക്ക്? മമ്മിക്കാ? മമ്മിക്ക് റാ വെച്ചു കൊടുക്കുന്നു, ഊരുന്നു. മമ്മിക്ക് റാ വെച്ചു കൊടുക്കുന്നു, ഊരുന്നു. ഗൈസ് നോക്കൂ, നമുക്ക് വേളാങ്കണ്ണിക്ക് 433 കിലോമീറ്റർ, 9 മണിക്കൂർ 11 മിനിറ്റും 433 കിലോമീറ്ററുമാണ് ഉള്ളത്. ഏകദേശം നമ്മൾ ഒരു 9-12 ആവുമ്പോ നമ്മൾ വേളാങ്കണ്ണിയിൽ എത്തുന്നതായിരിക്കും. ഗൈസ് നോക്കൂ, പപ്പേ ആർ യു ഹാപ്പി? അപ്പന്റെ പാസ്പോർട്ടിന്റെ കാര്യം ഞാൻ ഡൗട്ടെല്ലാം ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം വീട്ടിൽ ഇരുന്നാ മതി പറഞ്ഞേ. അതിന് മരുതി പാവം അപ്പനെ പ്രതീക്ഷ എടുത്തിട്ട്. പപ്പയുടെ പാസ്പോർട്ട് കിട്ടും. പപ്പയുടെ പാസ്പോർട്ട് കിട്ടിയിട്ട് വേണം ഞങ്ങളൊരു കപ്പൽ യാത്ര നടത്താൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട് എല്ലാരും കൂടെ. അതിലൊരു വലിയ മെയിൻ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, കപ്പലിൽ കയറി അരമണിക്കൂർ കഴിഞ്ഞ് ഞാനും ഒപ്പനും വാള് തുടങ്ങും. പിന്നെ വാളും പരിചയമായിട്ട് ഞാനും ഒപ്പനുള്ള ഒരു ഇവിടെ നല്ല ഒപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് എടുക്കണ്ടേ. അതൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ സംസാരിക്കാം നമുക്ക് കേട്ടോ. ഗൈസ് നോക്കൂ, ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ ഏജൻസി കേട്ടോ. ഇവിടുന്ന് നമ്മളങ്ങനെ അവരോട് ടാറ്റയൊക്കെ പറഞ്ഞ് അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ കുറേ നേരം നിന്നായിരുന്നു. ഏതാണ്ട് 2-3 മണിക്കൂർ ഇവിടെ ചെലവഴിച്ചു. നല്ല ചേട്ടന്മാരാണ്. എന്നമ്മ ഗൈസ്. അപ്പൊ നമുക്ക് നേരെ വേളാങ്കണ്ണി ലക്ഷ്യമാക്കി പോകാം. ഇവിടെ ഒടുക്കത്തെ പിടുത്താ ഊമ്പി മോനെ പിടുത്താ. അതെ, കേരളവണ്ടി കണ്ടാ അവര് വിടൂല. ഇവനെ നമുക്ക് POC എടുക്കാം ആദ്യം. അഭിരാമിക്ക് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായി കേട്ടോ. ആദ്യമായിട്ടാണ് അഭിരാമി ബാംഗ്ലൂര് ഇങ്ങോട്ടാ കയറൂലല്ലേ? ഇങ്ങോട്ടാ ഫുൾ ബ്ലോക്ക് ആക്കി വണ്ടി ഓട്ടോ വെക്കില്ല. ഒരു വലിയ ഭാഗ്യം അഭിരാമിക്ക് ഉണ്ടായിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് അഭിരാമി ബാംഗ്ലൂർ വരുന്നത്. ഓഫ്, ഞങ്ങളുടെ കൂട്ടത്തില് നിന്റെ ഒരു ഭാഗ്യം തന്നെ കേട്ടോടി. എല്ലാവർക്കും ജ്യൂസ് അല്ലല്ല, ഡയറ്റിംഗ് ആണ് നിങ്ങൾ ഇന്നലെ എല്ലാരും പറഞ്ഞാണേ. അപ്രകാരമാണ് അല്ലേ ലിബിയ? അതെ, അപ്പന് വർഷം വേണ്ട, അമ്മയ്ക്ക് വർഷം വേണമെന്ന് പറഞ്ഞു. ഈ കാണുന്ന വഴി കൂടിയാണ് ഞങ്ങൾ നേരെ ഫ്രണ്ടിലേക്ക് പോകുന്നത് കേട്ടോ. ഭയങ്കര ബ്ലോക്ക് എന്ന് വെച്ചാൽ ഭയങ്കര ബ്ലോക്കാണ്. ഈ ഉച്ച സമയം കേട്ടോ അല്ലേ? ഇവനെ എന്ത് ചെയ്യും നമ്മൾ? നിങ്ങൾ ബാംഗ്ലൂരിലേക്ക് വരുന്ന ബ്ലോക്ക് ഉണ്ടായിരുന്നോ? അമ്മയ്ക്ക് ബർഗർ മേടിച്ചേ. ഇവിടെ മക്ഡൊണാൾഡ്സ് ഉണ്ട്. മക്ഡൊണാൾഡ്സ് ആർക്കൊക്കെ വേണം? അപ്പനെ മക്ഡൊണാൾഡ്സ് എന്ന് പറഞ്ഞാൽ കർത്താവേ ഈശോ. അവസാനം ഞങ്ങൾ നേരെ ഫ്രണ്ടിലേക്ക് വണ്ടി ഓടിക്കും. ഇപ്പൊ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന അല്ല ഇവനെ മെട്രോ ലൈനും കാർ ലൈനും എല്ലാം ഒരുമിച്ച് ദൂരം നമ്മൾ പോയിട്ടുണ്ടോ ഇവനെ? സത്യം, നമ്മുടെ ലോകയാത്ര എല്ലാം പോകുന്നു ഇതിലെ. ഇപ്പം പോയ വണ്ടി ഇതിലെ പോയി. എത്രയോ പ്രാവശ്യം എവിടെയൊക്കെ മലേഷ്യക്ക് പോയത് ഇതിലെ പോയി. എല്ലാം ഈ സെയിം റൂട്ടിലാട്ടോ നമ്മുടെ വണ്ടി സഞ്ചരിക്കുന്നത്. പക്ഷെ ഈ പ്രാവശ്യം നമ്മൾ വണ്ടി ഓടിച്ചാണല്ലോ പോയത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഷിപ്പിങ്ങിലാണല്ലോ പോയത്. ഞങ്ങൾ 20-ാം തീയതി തൊട്ട് നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യും. നെക്സ്റ്റ് മന്ത് തൊട്ട് നമ്മുടെ അടുത്ത സീസൺ സ്റ്റാർട്ട് ചെയ്യും അല്ലേ ഇവനെ? യെസ്, ഫൈനലി അങ്ങനെ നമ്മൾ കർണാടക കഴിഞ്ഞ് തമിഴ്നാട് എത്തിയിരിക്കുകയാണ്. വലിയ ദൂരം ഇല്ല കേട്ടോടാ, അതിർത്തിയായിട്ട് അല്ലേ? ബാംഗ്ലൂർ ചെറിയ ദൂരം. ഞാൻ ആദ്യമായിട്ട് കേട്ടോ ഇത് അറിയുന്നേ. നമ്മളിപ്പോ ഉള്ളത്
ഉൺസൂറാന്ന് എനിക്കൊന്ന് അല്ലേടാ. ഇപ്പൊ നമ്മൾ തമിഴ്നാട്ടിൽ കയറിയിരിക്കണോ? നമ്മൾ ഫൈനലി ഇപ്പോൾ ഉള്ളത് തമിഴ്നാട്ടിലാട്ടോ. കൊത്ത ബ്ലോക്കാട്ടോ. എന്റെ ദൈവമേ, എന്നാ ബ്ലോക്കാന്ന് നോക്കിയേ. ഈ കാണുന്ന ബ്ലോക്കിൽ കൂടെ ഞങ്ങൾ ഇത്ര നേരം യാത്ര ചെയ്തു. ഇവിടെ റോഡ് പണിയാട്ടോ, ഒരു രക്ഷയില്ലാത്ത ബ്ലോക്കാണ്. അപ്പം അതിനിടയ്ക്ക് ഞങ്ങൾക്ക് തണ്ണിമത്തം കിട്ടി. തണ്ണിമത്തം മേടിക്കാണ്ട് ഞങ്ങൾ വന്നിട്ടോ. അപ്പം അപ്പനോട് പറഞ്ഞു ഏറ്റവും നല്ലത് നോക്കി മേടിക്കും. കൊച്ചിന് ഭയങ്കര ഇഷ്ടമാണ്. എടാ ഇതിവിടെ റെക്കോർഡിംഗ് സെറ്റപ്പ് എടാ, ബ്ലൂടൂത്താ. ഇതിന്റെ അകത്ത് ബ്ലൂടൂത്ത് സെറ്റ് ആക്കിയിട്ടൊക്കെ കിലോ 16 രൂപ. അഭിരാമി വാട്ടർമിലൻ മൈക്കിളിന് சுவையான தர்பூசணி வாங்கண்ணா வாங்க வாங்கக்கா வாங்க 1 கிலோ தர்பூசணி 16 ரூபாய் தரமான தர்பூசணி 1 கிலோ 16 ரூபாய் വാങ്ങണ്ണാ വാങ്ങ 1 കിലോ ദർബൂസണി മേടിച്ചോട്ടോ. വലിയ കുഴപ്പമില്ല കേട്ടോ. മഴ ആയതുകൊണ്ട് ചെറിയൊരു വെള്ളം കാണും, ചെറുതായിട്ടൊരു വെള്ളം കാണും മഴ ആയതുകൊണ്ട്. വലിയ കുഴപ്പമില്ലല്ലോ. ഒരെണ്ണം ഞങ്ങൾ കഴിക്കുകയും ചെയ്തു, ഒരെണ്ണം മൈക്കിളിന് മേടിക്കുകയും ചെയ്തു കേട്ടോ. മൈക്കിളിന് ഭയങ്കര ഇഷ്ടം വാട്ടർമെലൻ. മൈക്കിൾ കുട്ടി ഉറങ്ങും ഇപ്പൊ എണീക്കും. അപ്പൊ ആ സാധനം വാങ്ങി തിന്ന് ഞങ്ങൾ നേരെ മുന്നോട്ട് തന്നെ സഞ്ചരിക്കുമല്ലേ. കഴിക്കണ്ടേ? വാങ്ങണ്ട നേരം വെളുത്തിട്ട് ഇതുവരെ നമ്മളൊരു ഭക്ഷണം കഴിച്ചു. 16 രൂപ വാങ്ങണ്ട കഴിച്ചില്ലേ നമ്മള്. വാട്ടർ കണ്ടന്റ് ഉണ്ട്, പക്ഷെ മഴ ആയതുകൊണ്ട് മധുരമില്ല അല്ലേ. അയ്യോടാ. അമ്മയ്ക്ക് തന്നെ അമ്മ അതിനെ കുറിച്ച് പറയാനുള്ള 2 വാക്ക് പറയാം ഈ തണ്ണിമത്തിനെ കുറിച്ച്. ഹോട്ടലിൽ കഴിക്കാൻ വേണ്ടി വന്നു. കയറുന്ന പറയുന്നത് എന്നടാ, വാട്ട് ഇസ് ദ പ്രോബ്ലം? അതായത് മറ്റേ ചിക്കൻ റൈസ് അങ്ങനത്തെ സാധനമുള്ളൂ, ചോറൊന്നുമില്ല. ചോറ് അങ്ങനത്തെ സാധനം. ഞങ്ങൾ ഇവിടെ വണ്ടി നിർത്തിയ സമയത്ത് മഹീന്ദ്രയുടെ ടെക് മഹീന്ദ്ര പിന്നെ മാപ്പ് ആപ്പിൾ.com അവർ ഇമേജ് കളക്ടർ വണ്ടി കേട്ടോ. അതായത് നമ്മൾ ഗൂഗിൾ മാപ്പ് ഒക്കെ മറ്റേ സ്ട്രീറ്റ് വ്യൂ എടുത്തോണ്ട് പോയില്ലേ, ആ സെയിം സാധനം 360 അത് തന്നെ. ആ ഒരു സ്ട്രീറ്റ് വ്യൂ എടുത്തോണ്ട് പോകുന്ന കേട്ടോ. അപ്പന് ഭക്ഷണം വേണ്ട, അപ്പൊ തെറി തുടങ്ങി, എല്ലാം മയക്കി പിടിച്ചിട്ടുണ്ട്, എല്ലാവരും ക്ഷമിക്കണം. ഞങ്ങൾ അങ്ങനെ ഉണ്ടല്ലോ നേരെ ഫ്രണ്ടിലേക്ക് പോവാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഗൈസ് അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു. ഇപ്പം തിരക്ക് കുറഞ്ഞു. അയ്യോ റൂട്ട് മാപ്പ് എന്തിയേ? അങ്ങനെ ഒന്നുമില്ല, നീ നേരെ മുന്നോട്ട് പോകുമോ, നീ നോക്കിയാൽ മതി. പണ്ടുണ്ടല്ലോ ഞങ്ങളുടെ ടാറ്റ വെഞ്ചറിലുള്ള യാത്ര തുടങ്ങുന്നതെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ നിന്ന് വണ്ടിയെടുത്ത് ബാംഗ്ലൂരിൽ നിന്ന് ഞങ്ങൾ ഈ റൂട്ടിലാണ് ഞങ്ങൾ കന്യാകുമാരിക്ക് യാത്ര ചെയ്ത കേട്ടോ. ഇവിടെ നിന്നാണ് ഞങ്ങൾ നേരെ കന്യാകുമാരിക്ക് പോകണത്. അങ്ങനെ കന്യാകുമാരിയിൽ നിന്ന് ഞങ്ങൾ പിന്നെ ഇങ്ങനെ തിരിച്ചു വരും. അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ പരിപാടി. അങ്ങനെ നമ്മൾ കൊടൈക്കനാലൊക്കെ കയറിയത്. ഈ റൂട്ടിൽ കൂടിയൊക്കെയാണ് നമ്മൾ ആദ്യം തുടങ്ങിയത്. അന്ന് 300 രൂപയുടെ ടയർ കിട്ടും തലശ്ശേരിയിൽ, ചെത്ത് ടയർ. അപ്പോൾ അത് പോയി മേടിച്ചിട്ട് അത് 4 ഇട്ടും 5 മേടിച്ചു. എന്നിട്ട് അതിട്ടുണ്ടോ പോയത്. കറക്റ്റ് 300 കിലോമീറ്റർ ഓടി. ഇപ്പം അമ്മ ഓടുന്ന ഇടയ്ക്ക് ഫ്രണ്ട് ടയറാ പൊട്ടി. ഇങ്ങനെ ഈ ലോറി കയറുന്നേ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. പറഞ്ഞ വളരെയധികം കാര്യമായിട്ടാ. നമ്മൾ ചൈനയിൽ പോയപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടത് ഇതേപോലത്തെ വിൻഡ് മെഷീൻ കൊണ്ടുപോകുന്ന ട്രക്കുകളൊക്കെ എന്തോരം കണ്ടായിരുന്നു നമ്മൾ. അതേപോലെ തന്നെ ഈ തമിഴ്നാട് കേന്ദ്രീകരിച്ച് ഇവിടെ ഇതിന്റെ മാനുഫാക്ചറിംഗ് സംവിധാനം ഉണ്ട് കേട്ടോ. ഏറ്റവും കൂടുതൽ കയറിപ്പോകുന്ന ഇന്ത്യയുടെ വിൻഡ് മെഷീനും അതുപോലെ ചൈനയുടെ വിൻഡ് മെഷീനാണ്. പക്ഷെ ഇന്ത്യയുടെ ഇച്ചങ്ങളുടെ ക്വാണ്ടിറ്റി ഉണ്ടെന്നാ പറഞ്ഞത്. ക്വാണ്ടിറ്റി അല്ല, ക്വാളിറ്റി. ഇത് കണ്ടോ വിൻഡ് മെഷീന്റെ ആ ഒരു എന്നാ പറയാ, അതിനെന്നാ പറയാ, എതളെന്നൊക്കെ പറയാട്ടോ വേണേല്. വിൻഡ് പോകുന്ന വഴിക്കൊക്കെ നോക്കി നല്ല മലകളാട്ടോ, മൗണ്ടൻ. അതായത് ഈ കാണുന്ന മൗണ്ടൻ ഒക്കെ ഉണ്ടല്ലോ വേനൽക്കാലത്ത് വരുന്ന സെറ്റപ്പ് ഉണ്ടല്ലോ, മഴക്കാലത്താകുമ്പോൾ ഇതിനകത്ത് ഇങ്ങനെ പച്ചപ്പൊക്കെ പിടിച്ച് ഒരു പ്രത്യേക ലുക്ക് കിട്ടും അല്ലേ ലിബിയ? പറഞ്ഞ കാര്യം കേട്ടോ. മഴക്കാലത്ത് തമിഴ്നാട് വന്നു കഴിഞ്ഞിട്ടുണ്ട് രസമുള്ളൂ. ക്ലൗഡി ആടി കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ക്ലൗഡി കാലാവസ്ഥ കേട്ടോ. മക്ഡൊണാൾഡ്സ് ശരിയല്ലായിരുന്നു, അതുകൊണ്ട് വേറെ കേസുണ്ട്. അത് മൊത്തം പൊട്ടിക്കണോ ഞങ്ങൾ ഉദ്ദേശിച്ചത്. ഡിസ്ക്ലെയിമർ ഉണ്ടായിരുന്നു. അതെ. പുതിയ ഭാരത് ബെൻസ് MG ബോഡി നോക്കിക്കോട്ടെ, എന്ത് രസം നോക്കിക്കോടാ, നല്ല രസമുണ്ട് വണ്ടി കേട്ടോ. അങ്ങനെ ഇന്നത്തെ ദിവസം കൊണ്ട് നമ്മുടെ PUC അതായത് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് തീരുന്നു കേട്ടോ. ഇപ്പം നമ്മളുള്ളത് വേളാങ്കണ്ണിക്ക് പോകുന്ന വഴിക്കാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പൊല്യൂഷൻ എടുത്തിൽ തീരുമാനം, കാരണം ഇന്ന് ലാസ്റ്റ് ഡേറ്റാണ്. ഇവിടുത്തെ പൊല്യൂഷൻ എന്ന് വെച്ചാൽ നല്ല പൊല്യൂഷനാണ്, പെട്ടെന്ന് കിട്ടുകയും ചെയ്യും. അതായത് ഒരു 200 രൂപയുടെ കേസിന് വേണ്ടിയാണ് പൊല്യൂഷൻ ഇല്ലേ ഇപ്പൊ 150 രൂപ. ഇത് എന്നെ സംബന്ധിച്ച് ഇപ്പോഴത്തെ പുതിയ റൂൾ വെച്ചിട്ട് ഇൻഷൂർ പോലും കിട്ടൂല പൊല്യൂഷൻ ഇല്ലാതെ വണ്ടി ഓടിച്ചിട്ടുണ്ടെങ്കിൽ. നോക്കൂ, അതായത് ഞങ്ങൾ ഇവിടുന്ന് പൊല്യൂഷൻ എടുത്തോണ്ടിരിക്കുകയാണ്. ഒരു പോലെ കുത്തി പുള്ളിക്കാരൻ ഫോണിന്റെ അത് വീഡിയോ എല്ലാം എടുത്തു സംഭവം കിട്ടി. എത്രയാന്ന് പറഞ്ഞത് എനിക്കറിയത്തില്ല, എനിക്ക് തോന്നുന്നു 200-250 അവര് തോന്നുന്ന പൈസ പറയും. നമ്മുടെ അന്ന് നമ്മുടെ നാട്ടിലെ ആയിട്ടാ
ഫിനിഷ് ആയിട്ട് അത് മേടിക്കണം. എത്രയാണെന്ന് വെച്ചാൽ കൊടുക്കണം. ഗൈസ് നോക്കൂ, ഇതുണ്ടോ നമ്മുടെ നാട്ടിലെ കുട്ടനാട് പോലത്തെ നല്ല കീട്ടില്ല സ്ഥലം. നോക്കിയേ എന്ത് രസമാണെന്ന് നോക്കിയേ ഗൈസ്, നല്ല കീട്ടില്ല സ്ഥലം കേട്ടോ. ഇത് ഫുള്ള് പോളയാ, അടിപൊളി സ്ഥലം കേട്ടോ. പച്ചപ്പ് എന്ന് വെച്ചാൽ അന്യായ പച്ചപ്പ്. ഗൈസ് നോക്കൂ, അപ്പനും മൈക്കിളും ഫ്രണ്ടിലുണ്ട്. ഇവിടെ ഉണ്ടല്ലോ എനിക്ക് തോന്നുന്നു ഇവരുടെ അപ്പുറത്തെ കമ്പനിയിലെ മറ്റേ എണ്ണ ഊറ്റിലോ എന്താ പരിപാടിയും സംഭവങ്ങളൊക്കെയാണ്. ഞാൻ വണ്ടി എടുത്ത് പുറകെ കൊണ്ടുവരട്ടെ. എത്ര പെട്ടെന്ന് PUC കിട്ടിയേ ലിവിനെ? എത്രയാടാ? 150 രൂപ. നമ്മുടെ നാട്ടിലെ സെയിം പൈസ. ഗൈസ് നമ്മുടെ നാട്ടിലെ സെയിം പൈസ 150 രൂപയുള്ളൂ കേട്ടോ. എത്ര പെട്ടെന്ന് കിട്ടിയെന്ന് നോക്കിയേ, പടപടേന്ന് കിട്ടി കേട്ടോ. കാണുന്നത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സെയിം പൊല്യൂഷൻ പേപ്പർ കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് നമ്മുടെ ഇത് കയറും എന്നുള്ള. നമ്മൾ കൊൽക്കത്തയിൽ നിന്ന് എടുക്കാൻ നേരത്താണ് ആരോ നമ്മോട് പറഞ്ഞത് നമ്മുടെ സിസ്റ്റത്തിൽ കയറൂല, തട്ടിപ്പാണ്. ഇത് ഒറിജിനലാണ് കേട്ടോ. അതായത് 1000 രൂപയാണ് കൊൽക്കത്തയിലൊക്കെ PUC എടുക്കുന്നത്. അവർ കള്ളത്തിൽ പറയും നമ്മുടെ വണ്ടിക്ക് ഫൈൻ അടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് പിന്നെ നമുക്കിത് കിട്ടൂല എന്നൊക്കെ പറഞ്ഞ് നുണയൊക്കെ പറഞ്ഞു. ഒരു കാരണവശാലും എത്ര ഫൈൻ വന്നാലും വണ്ടിക്ക് PUC ശരിയാക്കാം. 40 രൂപ കേസ്. യെസ് ഞാൻ ഇത് പറഞ്ഞു തീർത്തോട്ടെ. ഇവനെ PUC എന്ന സാധനം ഉണ്ടെങ്കിലേ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ. അത് നമുക്ക് ഒരിക്കലും ഒരാൾ തരാതിരിക്കും. അങ്ങനെ ഫൈൻ ഉണ്ടെന്ന് പറഞ്ഞ് തടഞ്ഞു വെക്കൊന്നും പറ്റുമൊന്നുമില്ല. നിനക്ക് മനസ്സിലായോ? മലപ്പൂണ്ട് വേണം. അപ്പൊ എന്റെ മൈക്കിൾ ഇവിടെ ഉണ്ട്. ഇത്ര നേരം വരെ മൈക്കിളിനെ അപ്പം കൊണ്ടേ നടക്കുമായിരുന്നു കേട്ടോ. മൈക്കിളേ അങ്ങനെ ഫൈനലി ഞങ്ങൾ വണ്ടി നിർത്തി. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് എഡിറ്റിങ്ങും കാര്യങ്ങളും ചെയ്യണം. അപ്പം ഇവന് ഇവിടെ ഇരുന്നിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന നോക്കി ഇവന് ഇവിടെ നമുക്ക് സ്ഥലമുള്ളൂ കേട്ടോ. അവൻ ലാപ്പ് വെച്ചിട്ട് എഡിറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പം ഞങ്ങളെല്ലാവരും ഇറങ്ങി വേക്കോട്ടിരുന്നു കേട്ടോ. അപ്പോൾ എന്നാ സമയം എന്ന് വെച്ചിട്ടുണ്ട് 7 മണിയായി. നമുക്ക് 1 മണിക്കൂർ അപ്ലോഡിങ്ങിന് സമയമുള്ളൂ. അപ്പോൾ അത് ജിയോയുടെ ആണോ എയർടെലിൻ്റെ ആണോ എന്നറിയത്തില്ല. ഒരു ടവർ ഇതുണ്ട്, ഇവിടുത്തെ കാണുന്ന ആ ഒരു ഉൽപ്പന്നമാണ് ആ ടവർ കൊണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ പമ്പിൻ്റെ അവിടെ നിന്നത്. പിന്നെ എന്നെ സംഭവം എന്ന് വെച്ചാൽ ഇവിടെയാണെങ്കിൽ ഇച്ചിരി വെട്ടമുണ്ട്, വെളിച്ചമുണ്ട്. അത്യാവശ്യം ബാത്റൂമിലൊക്കെ പോകാമെങ്കിൽ നമുക്ക് ഈ പമ്പിൽ പോകാൻ പറ്റില്ല. അതേപോലെ തന്നെ കിട്ടില്ല ചെമ്മാനം നോക്കി. ഇന്ന് തമിഴ്നാട്ടിലൊക്കെ മീൻ അടിച്ചെന്ന് എനിക്ക് തോന്നുന്നത്. കിട്ടില്ല ചെമ്മാനം എന്ന് വെച്ചാൽ കിട്ടില്ല ചെമ്മാനം. നമ്മൾ ക്യാമറ കാണുന്നേക്കാളും കൂടുതൽ നമുക്ക് ഇങ്ങനെ അടുത്തോട്ട് ചെല്ലുമ്പോൾ നമുക്ക് ശരിക്കും കാണാം. നോക്കി ഫുള്ള് ചെമ്മാനം. നോക്കി എന്ത് രസമാണെന്ന് പറയാം. ഇങ്ങോട്ട് വന്നപ്പോഴത്തേനും വേറൊരു കളറ്. എനിക്ക് തോന്നുന്നു അവിടെ കന്യാകുമാരി ആ സൈഡ് കണ്ടാന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഗൈസ് ഞങ്ങളുടെ എഡിറ്റിങ്ങിൻ്റെ അവസാനം എത്തി. കൊച്ചുതാൻ നടന്നു വരുന്നു. അപ്പം ഇതോടുകൂടി നമ്മുടെ പരിപാടി കഴിഞ്ഞ് ഇനി നമുക്ക് ഈ ലാപ്പിൻ്റെ അകത്തുനിന്ന് ഒരിക്കലും നമ്മുടെ വീഡിയോ കയറില്ല. അപ്പോൾ ഞങ്ങൾ എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആപ്പിളിൻ്റെ അതും കയറില്ല. ആപ്പിളിൻ്റെ ഫോണിൻ്റെ അത് നേരെ ഇതിൻ്റെ അകത്തുനിന്ന് നേരെ കൊണ്ടുപോയിട്ട് ആൻഡ്രോയിഡ് ഫോണിലോട്ട് ഇടും. ആൻഡ്രോയിഡ് ഫോണിലാണ് ശരിക്കും പറയുകയാണെങ്കിൽ സ്പീഡ് കൂടുതലും ടൈം കുറവ്. നമുക്ക് ഭാഗ്യം ഉണ്ടായൊരു 40 മിനിറ്റ് കൊണ്ടൊക്കെ ഈ വീഡിയോ അപ്ലോഡായി കിട്ടും. എയർടെലിനാണ് സ്പീഡ്, ജിയോയ്ക്കകത്ത് സ്പീഡ് കുറവാണ്. ഇവരിപ്പോൾ സംഭവം എല്ലാം റെഡിയാക്കി ഇന്നത്തെ ഫയൽ റെഡിയാക്കി നേരെ കയറ്റാൻ വേണ്ടി പോകുന്നു. ഫൈനലി നമ്മുടെ വീഡിയോ എഡിറ്റിംഗ് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ഒന്നേ സേലം അല്ലെ കന്യാകുമാരി നമുക്ക് കുറച്ച് ഓടിച്ചു നോക്കിയിട്ട് എങ്ങനെ. ഇന്നലെ ഉറങ്ങാതെ ഓടിച്ചുകൊണ്ട് അതിൻ്റെ നല്ലൊരു ക്ഷീണമുണ്ട്. കാരണം ഇന്നലെ കൊടൈക്കനാലിൽ നിന്ന് വണ്ടി എടുത്തിട്ട് ഇന്ന് ബാംഗ്ലൂർ രാവിലെ കൊണ്ട് വണ്ടി വെച്ച് അവിടുന്ന് വിസയുടെ കാര്യങ്ങൾ കഴിഞ്ഞ് ദിവസമായിരുന്നല്ലേ. ഇപ്പം നമ്മൾ തിരിച്ച് വേളാങ്കണ്ണി പോകണം. ഓടിച്ചിട്ട് കിട്ടുമെങ്കിൽ ഓടിക്കും. നടുക്ക് ക്ഷീണം വന്നു കഴിഞ്ഞാൽ റൂം എടുത്ത് കിടക്കുക, അല്ലെങ്കിൽ വണ്ടി തന്നെ കിടക്കും. വണ്ടി തന്നെയാണ് ഞാൻ പറഞ്ഞിട്ട് എന്നെ സംബന്ധിച്ച് നമുക്ക് രാവിലെ 5 മണിക്ക് കയറ്റി പോകണം. എന്നാലേ നമുക്ക് നാളെ റൂം എടുക്കുന്ന വെറും മണ്ടത്തരാ. അപ്പയുടെ അഭിപ്രായം എന്നാ? അപ്പൻ്റെ അഭിപ്രായം എൻ്റെ അഭിപ്രായം നാളെ അവിടെ 2 ദിവസം എടുത്താലോ വേളാങ്കണ്ണിയില്? എനിക്ക് നിന്നെ പേടിയാ, നീ ഇന്നലെ ഉറങ്ങാത്ത കാരണം. അപ്പനവിടെ പകുതി ഉറക്കത്തിലാട്ടോ നിൽക്കുന്നത്. അമ്മയൊക്കെ ഉറങ്ങി. അമ്മ ഉറങ്ങി. സൈക്കിൾ ഉറങ്ങി. അതായിരിക്കും നല്ലത്. 5 മണിക്ക് കയറ്റി ഇപ്പൊ സമയം 7 മണിയായി. ഇപ്പൊ നമ്മള് ഇനിയിപ്പോ നമ്മൾ 8 മണിക്ക് റൂം എടുത്ത് രാവിലെ പോകുന്ന വെറും നഷ്ടമായിരിക്കും. 3-4 മണിക്കൂർ റൂം എടുക്കുന്ന കാര്യമുണ്ടോ? വേളാങ്കണ്ണി 2 ദിവസം റൂം എടുക്കാം. ഇനി വേളാങ്കണ്ണി 2 ദിവസം, രാമേശ്വരം 2 ദിവസം, കന്യാകുമാരി 2 ദിവസം കഴിഞ്ഞു. നമ്മള് പോകുന്ന വഴിക്ക് തോന്നുവാണെങ്കിൽ വണ്ടി ഇട്ടിട്ട് നമുക്ക് അവിടെ കിടക്കാം അല്ലേ? നമ്മുടെ കുടുംബനാഥന്റെ അഭിപ്രായം പോലെ ആയിരിക്കും. അങ്ങനെ പോവാം. അവസാന പോക്ക് അതാ നല്ലത്. നമ്മുടെ വീട്ടിൽ ഞങ്ങൾ അപ്പം പറയുന്ന ഞങ്ങൾ കേൾക്കും. മിടുക്കന്മാരായ മക്കളെ. അത് തന്നെ അപ്പം പറയുന്ന പോലെ. ഇന്ന് റൂം എടുക്കുന്ന നഷ്ടം. അല്ലേ? ആ പൈസക്കും കൂടെ നമുക്ക് നമ്മുടെ യാത്രയുടെ പ്രധാന മറ്റേ സംഭവമായ അതിന്റെ പേരിനെ കഴിക്കണ്ട. ഫൈനലി അപ്പൻ ഡ്രൈവിംഗ് സീറ്റിൽ കയറുന്നുണ്ട്. എങ്ങനെയുണ്ടപ്പാ? അടിപൊളി. എന്നാ അടിപൊളി? ഡ്രൈവിംഗ് ചെയ്യാൻ അടിപൊളി.
അപ്പൻ ആവേശം കാണിച്ചാൽ അപ്പാപ്പനെ വയസ്സാം കാലത്തിലാ പൂതി. നിങ്ങൾ പറ്റിയില്ല. എന്നാമേ അപ്പാപ്പന് വയസ്സാം കാലത്താണ് വണ്ടി ഓടിക്കാൻ പൂതി. ഇത്രയും കാലം ഓർത്തില്ല. സെൽഫി എടുപ്പിക്കുന്നു. ഫോട്ടോ എടുപ്പൊക്കെ കേട്ടോ. അപ്പൊ ഞാൻ വണ്ടിയിൽ നിന്ന് ഫോട്ടോ ഒക്കെ ഇവനും എടുപ്പിച്ചു. ആ ഇത് കൊള്ളാം. ഫോട്ടോ തൊണ്ടനും കൂടെ അടിപൊളി. അടിപൊളി ഫോട്ടോ കിട്ടി കേട്ടോ. സന്തോഷമായോ? സന്തോഷായി. കുറച്ചും കൂടെ പരിപാടി ചെയ്ത് തീർക്കണ്ട, അതും കൂടെ ചെയ്ത് തീർക്കട്ടെ കേട്ടോ. പിന്നെ ബാക്കി നമുക്ക് ഇച്ചിരി ഓടുന്നതിന് നമുക്ക് ചെയ്യാം. കുറെ പരിപാടി ചെയ്ത് തീർക്കാനുണ്ട്. ഫൈനലി അങ്ങനെ ഞങ്ങള് വണ്ടി എടുത്തു, എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഞങ്ങൾ നേരെ ഫ്രണ്ടിലേക്ക് പോവാണ്. അതായത് ഇനി അപ്രോക്സിമേറ്റ് നമുക്ക് 353 കിലോമീറ്റർ ഉണ്ട് വേളാങ്കണ്ണിക്ക്. 353 കിലോമീറ്റർ 6 മണിക്കൂർ 46 സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കിടന്ന് ഓടേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ബാംഗ്ലൂർ പോയപ്പോ ഞങ്ങളുടെ പ്ലാനും പദ്ധതിയും പാളി. അത് നമ്മുടെ ലിസ്റ്റില്ലാത്ത പരിപാടിയായിരുന്നു. അപ്പൊ ഇതെന്നെ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് കറക്റ്റ് ഇനിയിപ്പോ നേരെ ഒരു 2-ാം തീയതി 1-ാം തീയതി വീട്ടിലെത്തിയില്ലെങ്കിൽ ഞങ്ങളുടെ അടുത്ത പരിപാടി എല്ലാം പാളിപ്പോവും. മൊത്തം യാത്രയെല്ലാം പാളും. അപ്പൊ അതുകൊണ്ടാണ് ഇന്ന് രാത്രി ഓടിച്ച് വേളാങ്കണ്ണി പിടിക്കുന്നത് കേട്ടോ. രാത്രിയായി ലോറും വണ്ടിയുടെ ഭയങ്കര കളിയല്ലേ ഇവനെ. TN മാത്രം, TN ഒരു അതിപ്രസരവും വണ്ടിയില്ല. അല്ലടിയില്ലോ, നമ്മൾ ഇന്ത്യയിൽ എവിടെ ചെന്ന് കഴിഞ്ഞാലും ഉണ്ടല്ലോ ഏറ്റവും കൂടുതൽ നമ്മൾ ഓടുന്ന ട്രക്ക് കാണണമെങ്കിൽ അത് ഒന്ന് TN, ഒന്ന് രാജസ്ഥാൻ, ഒന്ന് പഞ്ചാബ്. ഈ 3 സംസ്ഥാനത്തെ ട്രക്കുകളായിരിക്കും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തലങ്ങനം വിലങ്ങനം കിടന്നു കൊടുക്കുന്നല്ലടാ. എവിടെ നോക്കുവാണെങ്കിൽ തമിഴ്നാട് വണ്ടിയാവും. അങ്ങ് നമ്മൾ നേപ്പാളിന്റെ ബോർഡറിൽ ചെന്നാലും നേപ്പാളിലും ഉണ്ടോ ചിലപ്പോ, നേപ്പാളിൽ കയറിയിട്ടുണ്ടാവും. അങ്ങ് പഞ്ചാബ് ചെന്നാലും നമ്മൾ അങ്ങ് ജമ്മു കാശ്മീർ ചെന്നാലും എവിടെ ചെന്നാലും TN വണ്ടി ഉണ്ടാവും. പറയാൻ പറഞ്ഞു കേട്ടോ, ഇന്ത്യൻ പോസ്റ്റ് ഓഫീസിന്റെ വണ്ടി ഇന്ത്യയിൽ എവിടെയുണ്ടോ അവിടം വരെ നമ്മുടെ ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ്. ധനുഷ്കോടിയിലൊക്കെ ഇല്ലേ ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ്? പിന്നെ ലാസ്റ്റ് ആകുന്നത് എനിക്ക് തോന്നുന്നത് ധനുഷ്കോടിയിലെ അല്ലേ. ഓ ഗായ്സ്, ഒരു കാര്യം ശ്രദ്ധിക്കോ, ആസാം AS രജിസ്ട്രേഷൻ വണ്ടി കേട്ടോ. ആസാമിന്ന് വന്ന ലൈലാൻഡാ. അപ്പൊ അവിടെ ഇവിടം വരെ ഓടി വരുന്നുണ്ടല്ലേ. മഹീന്ദ്ര. പക്ഷെ നമുക്കൊരു കാര്യം അറിയത്തില്ലാണ്ട ഏറ്റവും നല്ല ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ആണ് ഒരു സാധനം വഹിക്കാൻ വേണ്ടി പെട്ടെന്ന് സാധനം. ലോകരാജ്യങ്ങൾ എങ്ങോട്ട് സംഭവം വിടാം. നോക്കൂ, നമ്മളിപ്പം പോകുന്ന വഴിയേ നമ്മൾ മധ്യപ്രദേശിലും മഹാരാഷ്ട്രയിലൊക്കെ കണ്ട അത് സെയിം ഫീലിംഗ്. അതായത് ഇവിടെ ഇത് ചുരമാണ്. അപ്പൊ ഇവിടെ അപകടം ഉണ്ടാകുന്നുണ്ട്. അപ്പം ഇതില്ലേ ഇവന് എന്നെ പറയാ, അതായത് 2 ഡിവൈഡർ ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതായത് പാസഞ്ചർ വണ്ടി ഇവിടെയും ലോഡും വണ്ടി അപ്പുറയെന്നാണ് കാണിച്ചാക്കുന്നത്. പോലീസുകാരുടെ നിരീക്ഷണം ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ എല്ലാം എന്ത് വിളിച്ചു പറയുന്നുണ്ടല്ലോ, പയ്യപ്പോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് വിളിച്ചു പറഞ്ഞു. അപകടം നിറഞ്ഞ റോഡാട്ടോ ഇവനെ. സംബന്ധി ഓർക്കുന്നു മധ്യ കണ്ടോ, വേഗം പോകരുത് പാസഞ്ചർ വണ്ടിക്ക് വലിയ വെയിറ്റ് ഒന്നും ഇല്ലല്ലോ. പിന്നെ ഈ ലോഡ് വണ്ടി പതിയെ കയറി പോവുള്ളൂ. ഇതിന്റെ ഇടയിൽ പാസഞ്ചർ വണ്ടി പെടുമ്പോ അവർക്കും ഗതാഗതം. അതല്ലടി അഭിരാമി, ഇത് ഇത്ര ഇറക്കമായതുകൊണ്ട് ചവിട്ടി അവസാനം ലാസ്റ്റ് സാധനം ബ്രേക്ക് കിട്ടാതാവും. അങ്ങനെ വണ്ടി കയ്യിൽ നിന്ന് പോകും. എല്ലാരും ഒരുമിച്ചു, പാസഞ്ചറും ലോഡും വണ്ടി എല്ലാവരും ഒരുമിച്ചിട്ട് 30 കിലോമീറ്റർ സ്പീഡിൽ പോകാവുന്നതാണ്. ഇത് ഭയങ്കര അപകടം നിറഞ്ഞ റോഡാ. ഈ റോഡ് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. അതായത് ഒരു വശത്തോട്ട് ഈ വണ്ടി ചവിട്ടി കഴിഞ്ഞാൽ പോകും. ഇതവനെ എന്തൊക്കെ ലേസർ ഒക്കെ വെച്ച് അടിക്കുന്നവരെ എനിക്ക് ആരെ കണ്ടില്ലായിരുന്നു. സ്റ്റോപ്പ് എന്നൊക്കെ പറഞ്ഞ ലേസർ റോഡില് സെറ്റപ്പ് അവന് ആദ്യമായിട്ടാണ് ഈ കാഴ്ച കാണുന്നത്. ഇവർക്ക് സ്ലോവിൽ പോയി നിർദ്ദേശം കൊടുക്കണല്ലോ. പക്ഷെ പാസഞ്ചർ വണ്ടീനെ ബുദ്ധിമുട്ടിക്കാനും പാടില്ല. അതിനുവേണ്ടി അവരെ ഈ സൈഡിൽ കൂടിയും ഇവര് ഈ സൈഡിൽ കൂടി ആക്കി. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു കാഴ്ച കാണുന്നത്. ആദ്യമായിട്ടോ ഇന്ത്യ കാണുന്നത്. രസമുണ്ടല്ലേ.